നമസ്കാരം സുഹൃത്തുക്കളെ, എക്സൽ ലെഡ്ജർ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയുടെ ഫിനാൻസ് അക്കൗണ്ടിംഗ് സംബന്ധമായ കാര്യങ്ങൾ ടാലി, എക്സൽ എന്നീ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ എങ്ങനെ വളരെ ലളിതമായി കൈകാര്യം ചെയ്തു പോകാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസാണ്. കൂടാതെ GST, ESI ഫയലിംഗ്, PF മുതലായ തുടങ്ങിയ ഫയലിങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് ടാലിയുടെ സഹായത്തോടെ നമ്മുടെ അക്കൗണ്ടിംഗ് ബേസിക് മുതൽ എങ്ങനെ ടാലി ചെയ്തു പോകുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ടാലി സംബന്ധിക്കുന്ന അഡ്വാൻസ്ഡ് ടാലിയുടെ പുതിയ റിലീസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് വീഡിയോസും നമുക്ക് ഇതിലൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈമിൽ ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ID ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അത്രയും സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ മറ്റുള്ള സോഷ്യൽ മീഡിയസിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കമ്പനിയെ സംബന്ധിക്കുന്ന കമ്പനിയുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഈ കമ്പനി ടാലിയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ടാലിയുടെ കമ്പനി ക്രിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കമ്പനി നെയിം, കമ്പനി അഡ്രസ്സ്, പിന്നെ ഫിനാൻഷ്യൽ ഇയർ, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ April to March ആണ്. നമ്മുടെ ഇന്ത്യൻ നിയമ പ്രകാരം April 1 to 31 March ആണ് നമ്മുടെ ഫിനാൻഷ്യൽ. നമ്മൾ ഏത് വർഷത്തെ കണക്കാണോ ടാലിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഫിനാൻഷ്യലാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. കൂടാതെ GST നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്കിൻ്റെ പേര് തുടങ്ങിയ വിവരങ്ങൾ, പിന്നെ സ്റ്റേറ്റ്, കൺട്രി, ഇത്തരം വിവരങ്ങളാണ് നമ്മൾ കമ്പനി ക്രിയേഷന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കേണ്ട ഡീറ്റെയിൽസ്. നമുക്കിനി ഇത് എങ്ങനെ ഒരു ടാലിയിൽ ചെല്ലുമ്പോഴത്തേക്കും എങ്ങനെ ഒരു കമ്പനി ക്രിയേഷൻ ടാലിയിൽ ചെയ്യാം എന്നതിനെക്കുറിച്ച് ടാലിയുടെ സ്ക്രീനിലേക്ക് നേരിട്ട് ചെന്ന് നമുക്ക് നോക്കാം. ടാലിയുടെ സ്ക്രീനിൽ എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേഷൻ എന്നതിനെക്കുറിച്ചുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് കാണാം, ഇവിടെ ഒരു കമ്പനിയും ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിരുന്നു. കമ്പനിയുടെ പേരെല്ലാം താഴത്തേക്കാണ് ലിസ്റ്റ് ചെയ്ത് വരിക. ഇത് കമ്പനിയുടെ സെലക്ട് കമ്പനി എന്നുള്ള ഫസ്റ്റ് ഓപ്പണിംഗ് പേജാണ്. ഇവിടെ നമ്മൾ ഇതുവരെ ഒരു കമ്പനിയും ഈ ടാലിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യമായി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ക്രിയേറ്റ് കമ്പനി കൊടുക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ പേജിൻ്റെ പേര് തന്നെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണ്. എക്സൽ ലെഡ്ജർ എന്ന് നമ്മൾ പേര് കൊടുത്തു. താഴത്ത് മെയിലിംഗ് നെയിമായിട്ട് എക്സൽ ലെഡ്ജർ എന്നുള്ള പേര് തന്നെ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് ടാലി തന്നെ ഇടും. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് കൊടുക്കുകയാണ്. നമ്മുടെ അഡ്രസ്സ് നമ്മൾ കൊടുത്തു. നമ്മുടെ അഡ്രസ്സ് കൊടുത്തു. അതിനുശേഷം നമ്മൾ താഴോട്ട് വരികയാണ്. താഴോട്ട് വന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് കേരള നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇന്ത്യ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. പിൻ കോഡ് നമുക്ക് കൊടുക്കാം. പിൻ കോഡ് കൊടുത്തു. ഇനി നമുക്ക് ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാൻഡ് ഫോൺ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ നമ്പർ കൊടുക്കാം. ഇപ്പം ഞാൻ ചുമ്മാ ഒരു ഡെമോയ്ക്ക് വേണ്ടി ചുമ്മാ ഒരു നമ്പർ അടിച്ച് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ മൊബൈൽ നമ്പറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് മെയിൽ ID ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ മെയിൽ ID കൊടുക്കുകയാണ്. നമ്മുടെ മെയിൽ ID നമ്മൾ കൊടുത്തു. excelledger@gmail.com എന്നുള്ള മെയിൽ ID നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോകുമ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഏത് ദിവസം തൊട്ടാണ് നമ്മുടെ അക്കൗണ്ട്സ് ബിഗിൻ ചെയ്യുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ ചെയ്യുന്നത് എവിടെ തൊട്ടാണ്? 1/4/2025 1 April 2025 തൊട്ടാണ് നമ്മുടെ അക്കൗണ്ട്സ് ബിഗിൻ ചെയ്യുന്നത്. ബുക്സ് തുടങ്ങുന്നതും April 2025 തന്നെ, 1 April. അപ്പോൾ രണ്ട് ഡേറ്റും സെയിം തന്നെ നമ്മൾ കൊടുത്തു. സെയിം തന്നെ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്ക്രീനിലേക്ക് പോകും. നമ്മളിപ്പോൾ ബേസിക് ലെവലിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുന്നില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഓരോ സമയത്തും ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നോക്കി പോവാം. അന്നേരം നമുക്ക് ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് പോവാം. ഇപ്പോൾ നമുക്കിപ്പം മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഇത് നമുക്ക് എന്തായാലും കൊടുക്കേണ്ടത് തന്നെയാണ്. ബിൽ വൈസ് എൻട്രി, നമുക്ക് ബിൽ വൈസ് സെറ്റിൽമെൻറ്റുകളൊക്കെ വരുമ്പോഴേക്കും ഓരോ ബില്ലിനെ പേയ്മെൻറ്റുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബിൽ വൈസ് എൻട്രി കൊടുക്കുന്നത്. പിന്നെ മെയിൻറ്റെയിൻ ഇൻവെൻറ്ററി സ്റ്റോക്ക് ആവശ്യമുള്ള മെയിൻറ്റെയിൻ ഇൻവെൻറ്ററി കൊടുത്ത് മുമ്പോട്ട് പോകണം. പിന്നെ ഇൻവെൻറ്ററി അക്കൗണ്ട്സായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ചെയ്തു പോകാം. ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിനുശേഷം ആവശ്യമുള്ള ഓരോ ഫീച്ചേഴ്സും ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് ഫീച്ചേഴ്സ് അന്നേരം എനേബിൾ ചെയ്ത് പോകാം. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ GST രജിസ്ട്രേഷൻ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ GST നമ്പറും ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യാനുള്ള സ്ക്രീനാണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. നമ്മളിപ്പം GST രജിസ്ട്രേഷൻ ആൻഡ് അഡ്വാൻസ് ലെവലിലേക്കൊന്നും പോകുന്നില്ല. ഇത് GST ഫയലിങ്ങിന് ആവശ്യമുള്ള ഡീറ്റെയിൽസാണ്. OTP ഉപയോഗിച്ചിട്ടാണോ ഫയൽ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. EWA ബില്ല് GST സംബന്ധിക്കുന്നതാണ്. EWA ബില്ല് 50,000 രൂപയ്ക്ക് മോഡലുള്ള ബില്ലുകൾ വണ്ടിയിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ EWA ബില്ലും മറ്റുള്ള കാര്യങ്ങൾ അതേക്കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ GSTയിലൊക്കെ പോകുമ്പോൾ അപ്പോൾ നമുക്ക് ചെയ്തു പോകാം. ഇപ്പോൾ നമ്മൾ ബേസിക് മാത്രം ചെയ്ത് ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് പേരോളിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളിപ്പം ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ
ഇത്രയും മാത്രം ചെയ്ത് ഒരു കമ്പനി ക്രിയേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ എക്സൽ ലെഡ്ജർ എന്ന പേരിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കമ്പനിയായി വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് ടാലിയുടെ ഒരു ബേസിക് ലെവലിൽ ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. കമ്പനി ക്രിയേഷൻ സംബന്ധിക്കുന്ന ലളിതമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതിനെ സംബന്ധിക്കുന്ന തുടർന്നുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.